ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദിലീപിൻ്റെ പുതിയ മൂവിയുടെ ബബ്ബ, മോസ്റ്റ് ഹൈപ്പഡ് മൂവി. ദിലീപിൻ്റെ കാര്യമല്ല അല്ലേ? കമ്മാര സംഭവത്തിന് ശേഷം ഇത്ര ഹൈപ്പുള്ള ദിലീപിന് മൂവി വേറെ വന്നിട്ടില്ല. അപ്പം അത്ര പ്രതീക്ഷയുണ്ട്. പോസ്റ്ററുകളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടുപോകാം അല്ലേ? അതിനുശേഷം ബാക്കി സംസാരിക്കാം. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. എടോ, തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്? മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. പിന്നെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. അടിപൊളി അല്ലേ? ഇപ്പോൾ ഹൈപ്പ് ഈസ് റിയൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഹൈപ്പിനോട് നീതി കൊടുത്ത നല്ലൊരു ടീസർ കട്ട്സ് തന്നെയായിരുന്നു. പിന്നെ കളർ ഗ്രേഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫൺ മാസ് മസാല എൻ്റർടൈനർ. അതാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടിട്ട്. വെൽക്കം ടു ദി വേൾഡ് ഓഫ് മാഡ്നെസ് എന്നൊക്കെ ഉണ്ട്. ഈ പോലെ അല്ല, മാസം പിന്നെ കുറേ മാഡ്നെസ്സും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം തോന്നുന്നു. പിന്നെ ദിലീപിൻ്റെ ലുക്കായാലും അടിപൊളിയാണ്. പിന്നെ പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു. അടിപൊളിയാണ്. പിന്നെ ധ്യാനുണ്ട്, പിന്നെ ലാലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മോഹൻലാല്, ഞാൻ പറഞ്ഞ മറ്റേ ലാല്, താടിലാല് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മോഹൻലാലിൻ്റെ ക്യാമിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ പടം നല്ല ഹൈപ്പാവും. മോഹൻലാലിൻ്റെ ഇതും കൂടി വരുമ്പോൾ. പിന്നെ ധനഞ്ജയ് ശങ്കറാണ് ഡയറക്ടർ. ഫസ്റ്റ് മൂവിയാന്ന് തോന്നുന്നു ഡയറക്ടറായിട്ട്. ഷാൻ റഹ്മാൻ മ്യൂസിക്. അപ്പോൾ എല്ലാം കൊണ്ട് പിന്നെ മ്യൂസിക് നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഷാൻ റഹ്മാൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ള തിരിച്ചുവരുമെന്ന് പറയാം. ദിലീപിൻ്റെ തിരിച്ചുവരവായിരിക്കും അല്ലേ? ഇത്ര ഹൈപ്പുള്ള പടം, ഓഡിയൻസിൻ്റെ ഒരു പൾസ് വെച്ചുള്ള പടം കൊണ്ട് കുറേ ആയി ദിലീപിൻ്റെ. ലാസ്റ്റ് വൺ വിജയം ഉണ്ടായത് എനിക്ക് തോന്നുന്നു രാമലീല എന്നോ. രാമലീല പിന്നെ അമ്മാനി സ്ക്രിപ്റ്റും ഒക്കെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നല്ലോ. അല്ലാണ്ട് പിന്നെ അത്ര ഹൈപ്പൊന്നും കമ്മാരസംഭവം ലുക്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ പ്രതീക്ഷ അത്ര വിജയമായില്ല പടം. ബാക്കി പിന്നെയൊക്കെ ദിലീപിൻ്റെ വലിയ ഇതിലേക്ക് പോയില്ല. പിന്നെ ബാന്ദ്ര എന്ന് പറഞ്ഞ മാസ് പടം വന്നു. പക്ഷെ അതൊക്കെ ഇപ്പോഴും OTT പോലും എടുത്തിട്ടില്ല. ആ രീതിക്ക് പൊളിഞ്ഞു പടം. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് ജയിച്ച് ഏതാ പ്രിൻസ് ആൻഡ് ഫാമിലി. അത് ഈ കളക്ഷന്മാര് അത്യാവശ്യം ഒരു സൂപ്പർ ഹിറ്റ് ലെവലിലേക്കൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ അടുത്ത പടമാണ്. ഇത് കമ്മിങ് സൂൺ അല്ലേ? ഡേറ്റ് അനൗൺസ് ചെയ്യണല്ലോ. ഇനി ചിലപ്പോൾ ട്രെയിലറും ബാക്കി എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ഒക്കെ വരുമായിരിക്കും. പറയാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ. എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. ടീസർ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് തിയേറ്ററിൽ പോയി കാണാൻ കൊതിയാവും. ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് പടം എന്നൊക്കെ പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം എന്നൊക്കെ അങ്ങനത്തെ രീതിയിലെ മേക്കിംഗ് കണ്ടിട്ട് കളർ ഗ്രേഡിങ് ഒക്കെ ഭയങ്കര രസമുണ്ടല്ലേ? എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരും പറയും. അപ്പോൾ എന്നാലും നമുക്ക് ആ വീഡിയോ എൻ്റെ പേരെ. അപ്പോൾ ഞങ്ങളൊന്ന് വീഡിയോ എൻ്റെ പേര് നമുക്ക് അടുത്ത വീഡിയോ കാണാം.